അങ്ങനെ നമ്മൾ ഇതാ യാത്ര പോവുകയാണ്. അതായത് വെള്ളപ്പൊക്കത്തിൽ നിന്ന് നമ്മൾ അച്ചാച്ചി അമ്മയും കൊണ്ടൊക്കെ പോവുകയാണ്, ചേർത്തലയ്ക്ക് പോവുകയാണ്. സാധനങ്ങളൊക്കെ വണ്ടിയിലോട്ട് കയറ്റി നമ്മൾ കയറി പോവുകയാണ്. ഞാൻ ചേർത്തല വരെ നമ്മളുടെ AC റോഡ്, ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡാണിത്. അവിടെ നല്ല കോടികൾ മുടക്കി ഉണ്ടാക്കിയ റോഡാണിത്. ഈ റോഡൊക്കെ ഇന്ന് വെള്ളം കയറി, ഒരിക്കലും വെള്ളം കയറില്ല എന്നൊക്കെ അവകാശപ്പെട്ട, പക്ഷെ ഇപ്പം കണ്ടില്ലേ വെള്ളമൊക്കെ കയറി. അതെല്ലാം വാഹനങ്ങളൊക്കെ KSRTC ഒക്കെ കുറെ സർവീസൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ വെള്ളത്തിലൂടെയുള്ള യാത്ര എന്നൊക്കെ പറയുന്നത് വളരെ ദുഷ്കരമാണ്. കാരണം എതിരെ വരുന്ന ബൈക്കുകാർക്കും കാറുകാർക്കും ഓട്ടോക്കാർക്കും ഒക്കെ വലിയ ശല്യമാവും. കാരണം എന്താ വെച്ചാൽ ഈ വെള്ളം അവരുടെ വണ്ടിയിലേക്ക് അടിച്ചു കയറിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാൽ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചു പോകുന്ന KSRTC ഡ്രൈവർമാരും ഉണ്ട്. നോക്കിക്കേ വണ്ടിയൊക്കെ കിടക്കുന്ന കണ്ടോ, ഇനി അത് കണ്ടോ, ഇതൊക്കെ കണ്ടോ, ഇവിടെയുള്ള വീടുകളൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. റോഡിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും വലിയ ബഹുനില കെട്ടിടങ്ങളാണ്, പക്ഷെ എല്ലാം വെള്ളത്തിൽ മുങ്ങി കിടക്കുകയാണ്. ഇതെല്ലാ വീട്ടിന്റെ മുറ്റം നോക്കുക, നിങ്ങൾ മുറ്റം നോക്കുക, വീടിന്റെ ഫ്രണ്ട് മുറ്റം നോക്കുക, എല്ലാ വീട്ടിലും മുറ്റത്ത് വെള്ളമാണ്. പിന്നെ വീടിന്റെ പകുതിയോളം വെള്ളം കയറി കിടക്കുന്ന കുറേ വീടുകളുണ്ട്. ഏതാണ്ട് ഒരു 91% വീടുകളും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. പിന്നെ പുതുതായിട്ട് വെച്ച കുറേ വീടുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫൗണ്ടേഷനൊക്കെ പൊക്കി പടുത്തത് കൊണ്ട് അത് മാത്രമേ ഉള്ളൂ വെള്ളം കയറാത്തത്. നോക്കുക കണ്ടോ, ഈ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോ എല്ലാം വെള്ളമാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ പോകുന്നതൊക്കെ വെള്ളം ആണ്. ആൾക്കാരൊക്കെ ഇതുപോലുള്ള ബോട്ടുകളിലും ഒക്കെയാണ് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറി പുറത്തോട്ടൊക്കെ പോകുന്നതും ഒക്കെ. പിന്നെ ഇപ്പം നമ്മൾ പോകുന്ന ഭാഗം AC റോഡിൽ ഇച്ചിരി പൊക്കമുള്ളതാണ്. അവിടെ പോലും ഇത്രയും വെള്ളമാണ് കാണിക്കുന്നത്. അപ്പോ നമ്മുടെ കിടങ്ങറ ചങ്ങനാശ്ശേരിയാണ് ഏറ്റവും ദുരിതം. AC റോഡിൽ ഏറ്റവും താഴ്ന്ന ഭാഗം എന്ന് പറയുന്നത് കിടങ്ങറ ചങ്ങനാശ്ശേരി. ഇത്രയും കോടികൾ മുടക്കിയിട്ട് നോക്ക്. ഈ സൈഡിലൊക്കെ ഇട്ടിരിക്കുന്നത് എന്താ, കല്യാണത്തിനൊന്നും വന്ന വണ്ടികളല്ല കേട്ടോ. ഇത് പാലത്തേൽ കൊണ്ടുവന്ന് ഏറ്റവും പൊക്കമായതുകൊണ്ട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിരിക്കുക. ഇവിടെയുള്ള വീട്ടിലെ താഴ്ന്ന വീട്ടിലെ ആൾക്കാരൊക്കെ. അല്ലാതെ നമ്മളവർക്ക് ഇവിടെ വല്ല കല്യാണമോ ഫംഗ്ഷനോ ഒക്കെയാണെന്ന് വിചാരിക്കും, ഒന്നുമല്ലതാ. പിന്നെ കുറെ പാടങ്ങൾ, നെൽപ്പാടങ്ങളൊക്കെ ഇപ്പം മട വീണ് പോവുകയാണ്. ഞാൻ പാലത്തെ കൂടെ ഒക്കെ പോകുന്ന കാഴ്ചയൊക്കെയാണ് കണ്ടില്ലേ. അപ്പോൾ ഇനിയിപ്പം നെൽപ്പാടങ്ങളൊക്കെ ആണെങ്കിലും ഇപ്പൊ ഇത്രയും വെള്ളത്തിലൊന്നും പിടിച്ചിരിക്കാൻ പറ്റില്ല. മട വീണ് കൃഷി നശിക്കുകയൊക്കെ ചെയ്യും. കൊയ്ത്ത് മെഷീനും ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ കണ്ടില്ലേ, ഇതൊക്കെ കൊയ്ത്ത് മെഷീനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ നമ്മളൊരു പൊക്ക സ്ഥലത്തൂടെ വന്നത്. ഇത് പാലമായതുകൊണ്ടാണ് ഇത്രയും ഭാഗം വെള്ളമില്ലാതെ കിടന്നത് കേട്ടോ. എന്റെ പൊന്നെ, ഇവിടെ നല്ല വെള്ളമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് മങ്കൊമ്പല്ലേ, നമ്മളുടെ മങ്കൊമ്പ് ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് AC റോഡിലെ മറ്റൊരു വലിയ പടുകുഴി കേട്ടോ. ഇവിടെ നമ്മുടെ പോലീസുകാരും ഒക്കെ ഇവിടെ സഹായത്തിനൊക്കെ നിൽപ്പുണ്ട്. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആംബുലൻസും ഒക്കെ ഉണ്ട് കേട്ടോ. ആംബുലൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കണ്ടില്ലേ, KSRTC ബസ്സൊക്കെ കണ്ടോ മുങ്ങിക്കുളിച്ച് കയറി വരുന്ന കാഴ്ചയാണ്. കണ്ടോ ഇതാണ്. വണ്ടിയൊക്കെ പതുക്കെ പോകുന്നോണ്ടല്ല, വെള്ളമൊക്കെ കണ്ടില്ലേ തെറിക്കും. അതുകൊണ്ട് പതുക്കെ വണ്ടി ഓടിച്ചു വരുന്നത് കേട്ടോ. KSRTC ആണ്. നമ്മുടെ ആന വണ്ടിയാണ് പാസ് ചെയ്യുന്നത്. വള്ളത്തെ കണ്ടോ, റോഡിൽ കൂടെ വള്ളത്തെ പോകുന്ന കണ്ടോ. വള്ളംകളിയൊന്നും അല്ല കേട്ടോ ഇത് കാണുന്നത്, വള്ളംകളിയല്ല ഇത്. നമ്മുടെ ആൾക്കാരൊക്കെ ഇങ്ങനെ വള്ളം തുഴഞ്ഞ് രസിക്കുകയാണ്, ഈ വെള്ളം ആസ്വദിക്കുകയാണ് കണ്ടോ.
കാരണം കേട്ടോ, ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മളവർക്ക് പുന്നമടക്കായലിലെ വള്ളംകളിക്ക് പോകുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കും. അതൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത് നമ്മുടെ റോഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സാധനങ്ങൾ മേടിക്കാനും ഒക്കെ പോകുന്നതാണ്. ആ കാഴ്ചയൊക്കെയാണ് ഇപ്പം നമ്മൾ കാണുന്നത് കേട്ടോ. റോഡ് കണ്ടോ, ബൈക്ക് നിന്ന് പോയി കണ്ടോ, ആ പാവം തള്ളിക്കൊണ്ട് പോവുകയാണ്. അത് ഇങ്ങനെയൊക്കെ ഉണ്ട്. ആ പോക്കുഴലിലൊക്കെ വെള്ളം കയറിയപ്പോൾ വണ്ടി സ്റ്റോപ്പായി പോയി, നിന്ന് പോയി. ഇനി തള്ളി കരയ്ക്ക് എത്തുന്നിടം വരെ പോകണം. കണ്ടോ, ഇത് കണ്ടോ, പോക്ക് കണ്ടോ. ഇത് മുന്നേ വല്ലാത്തൊരു സംഭവം തന്നെ. കുറെ ആൾക്കാരൊക്കെ നീന്തി കണ്ടോ ക്യാമ്പിലേക്കൊക്കെ പോവുക. ഭക്ഷണം കഴിക്കാൻ പോകുന്ന ബംഗാളിയാണെന്ന് തോന്നുന്നത്, ബംഗാളികളാണെന്ന് തോന്നുന്നു. എല്ലാവരും ബൈക്ക് നിന്ന് പോയിട്ട് അവൻ കരയ്ക്ക് കയറ്റി വെച്ചിട്ട് അഭ്യാസം കാണിക്കുന്ന കാഴ്ചയാണ്. ഇവൻ കേട്ടോ ബൈക്ക് അഭ്യാസിയെ പോലെ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. വലിയ ലോറിയിലൊക്കെ ആ വൈപ്പറൊന്നും അടിച്ച് വെള്ളം ഗ്ലാസ്സിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് മഴയൊക്കെ പെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കണ്ടോ ഇപ്പം കാണിക്കാവേ. ഇത് കണ്ടോ, ലോറി കണ്ടോ, ആ കിടക്കുന്ന ലോറിയിൽ ആൾക്കാരെ കയറ്റിക്കൊണ്ട് സുരക്ഷിത സ്ഥാനത്തേക്ക് പോവുകയാണ് കേട്ടോ. പാലത്തെ വന്നിട്ട് ആൾക്കാർ കയറി രക്ഷപ്പെടുകയാണ്. നോക്കിയേ, ബൈക്കും കാര്യങ്ങളും വണ്ടിയും ഒക്കെ ഈ പാലത്തെ കൊണ്ടുവന്ന് സേഫായിട്ട് ആൾക്കാർ ഇടുകയാണ്, വെള്ളം കയറില്ല എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത്. ഇത് കണ്ടോ, ആൾക്കാരെല്ലാം ലോറിയെ കയറുകയാണ്. കയറി വേറെ സ്ഥലത്തേക്കൊക്കെ അവര് സുരക്ഷിതമായിട്ട് പോവുകയാണ്. പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ ഉണ്ട് കേട്ടോ. നോക്കിക്കോടെ, ശ്രദ്ധിച്ചു നോക്കണം. ആ വൈപ്പർ ഒന്നുകൂടെ അടിച്ച് മഴ ആയതുകൊണ്ടാണ് കേട്ടോ. ഞാന് മതി കണ്ടോ ഇത് കണ്ടോ, പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ ഉണ്ട് കേട്ടോ. കൊടയൊക്കെ ചൂടി അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. ഇതാ ബൈക്കുകളൊക്കെ കിടക്കുന്നുണ്ടോ. ഇതൊരു ബൈക്ക് ഷോറൂം ആണെന്നൊന്നും വിചാരിക്കേണ്ട. ഇത് നമ്മുടെ പാലമാണ്, മങ്കൊമ്പ പാലമാണ്. പിന്നെ ആംബുലൻസും ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. എല്ലാം സജ്ജമായിട്ട് പോലീസുകാരും ഒക്കെ ഇവിടെ സജ്ജമായിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വന്നാൽ അവരുടെയൊക്കെ സേവനം എടുത്തു പറയണം കേട്ടോ. ആംബുലൻസുകാരൊക്കെ നല്ല സർവീസൊക്കെ നടത്തുന്നുണ്ട്, അതുപോലെ പോലീസുകാരൊക്കെ നല്ല സർവീസ് നടത്തുന്നുണ്ട്. അതൊക്കെ അവരുടെ ആ സേവനം ആവശ്യമാണ്. കാരണം എന്താ, വേറൊരു പോലീസ് വണ്ടി വന്നു, അങ്ങനെ തെരുതെരെ പോലീസ് വണ്ടിയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ തേരാപ്പാര അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആൾക്കാരുടെ സേഫ്റ്റിയൊക്കെ നോക്കിക്കൊണ്ടാണ് കേട്ടോ. പാലം മുഴുവൻ വണ്ടിയാണ്. ഈ നാട്ടിലുള്ള ഫുള്ള് വണ്ടിയും ഈ പൊക്കം ഈ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ കേട്ടോ. അവിടെ എല്ലാം കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തിരിക്കുക കേട്ടോ. ഇരു സൈഡിലുമായിട്ട് വണ്ടികളെല്ലാം പാർക്ക് ചെയ്യും. ഈ നാട്ടിലെ ഒരുവിധം വണ്ടികളെല്ലാം ഈ പറഞ്ഞ ഇത്രയും ഭാഗം പൊക്കമുണ്ട് AC റോഡിൽ. അപ്പൊ ഈ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് കണ്ടില്ലേ, വണ്ടികളൊക്കെ പാർക്ക് ചെയ്യും. പാടത്ത് മട വീണ് കണ്ടോ, കുട്ടനാട്ടിൽ പാടത്ത് മട വീണ് വെള്ളം കയറി വന്ന് കൃഷി നശിക്കുന്ന ഒരു കാഴ്ച. ഇപ്പൊ ഇവിടെ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് നോക്കാം, പാടത്തേക്ക് നോക്കിയാൽ എന്ത് കണ്ടോ നിൽക്കുന്ന കാണാൻ സാധിക്കും. നെൽച്ചെടികൾ അത് വെള്ളം കയറി മുങ്ങി കേട്ടോ. ഇവിടെയൊക്കെ മുങ്ങിപ്പോയി. ഈ പള്ളിയുടെ ഈ ഭാഗത്തോടൊക്കെ കൃഷി ഉണ്ടായിരുന്നതാണ്, പക്ഷേ വെള്ളം കയറി കണ്ടോ. കാണാനൊക്കെ സാധിക്കുന്നുണ്ടായിരിക്കും. ഞാൻ വണ്ടിയെ പോകുമ്പോൾ ഇങ്ങനെ എടുക്കുന്നതാണ്. ഇത് മട വീണ് കണ്ടില്ലേ, വെള്ളം കയറിയിട്ട് കൃഷി അവിടെ നശിച്ചിരിക്കുന്നതാണ് കാഴ്ചയാണ്. ഇത് കണ്ടോ, ഞാൻ ആ പാലത്തേലാണ് കേട്ടോ, പാലത്തേലാണ് നെടുപടി കഴിഞ്ഞിട്ടുള്ള പാലത്തെ കൂടെ പൊക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതിപ്പോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും കേട്ടോ. ഇത് നെൽപ്പാടം കേട്ടോ. നെൽപ്പാടം മട വീണ് മുങ്ങുന്ന കാഴ്ചയാണ്. നെല്ലാണ് ആ കാണുന്നത്, പച്ചപ്പ് കാണുന്നത്. കണ്ടില്ലേ, അത് വെള്ളം കയറി മട വീണിട്ട് വെള്ളം കയറിയതൊക്കെയാ നശിക്കുന്ന കണ്ടോ. പോട്ടെ, മുന്നോട്ട് പോട്ടെ, കുഴപ്പമില്ല, ഞാൻ പിടിച്ചോളാം. ഈ കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊരു കഷ്ടമെന്ന് നോക്കിയാൽ, ദയനീയമായ കാഴ്ച. കുട്ടനാട്ടുകാരുടെ അന്നമാണ് നെൽകൃഷി. ആ നെൽകൃഷി മട വീണ് നശിച്ചു പോയി. ആ കാഴ്ച ദുഃഖകരമായ, ഖേദകരമായ, വേദന നിറഞ്ഞ ഒരു കാഴ്ചയാണ് ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഈ പാലത്തേൽ വണ്ടി നിർത്താൻ അനുവാദമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഓടിപ്പോകുമ്പോ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്നും ചേർത്തലയിലേക്ക് പോകുന്ന വഴിയാണ്. വെള്ളപ്പൊക്കത്തിൽ നിന്നും അമ്മച്ചി അച്ചാച്ചിയൊക്കെ കൊണ്ടുവന്ന് ഒന്ന് അവിടെ ഇളയ പെങ്ങളുടെ വീട്ടിൽ കൊണ്ട് വിടാനായിട്ട് പോകുന്ന കാഴ്ചയാണ്. അപ്പോ ഞങ്ങളിങ്ങനെ പോകുമ്പോ, ഞങ്ങൾ വെള്ളപ്പൊക്കത്തിൽ നിന്ന് പോകുമ്പോ ഇങ്ങനെ കാണുമ്പോൾ വളരെ വിഷമകരമായ കാഴ്ചകളും ഒക്കെ കണ്ട്, ആളുകളുടെ ദുരിതമൊക്കെ കണ്ട് ഇങ്ങനെ പോവുകയാണ്. ഇതാണ് കുട്ടനാട്ടുകാരുടെ അവസ്ഥ കേട്ടോ. ഞങ്ങളുടെ കുട്ടനാട്ടുകാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. എല്ലാ കൊല്ലവും വെള്ളം വരും, ഞങ്ങൾക്ക് ശീലമാണ്. വള്ളംകളി പോലെ തന്നെ ഞങ്ങൾക്ക് വെള്ളവും ഒരു ശീലമാണ്.
വെള്ളപ്പൊക്കം ഞങ്ങൾക്ക് എല്ലാ കൊല്ലവും ഉണ്ടാവും. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ വളരെ ദുരിതമാണ്. നമ്മുടെ എല്ലാം നശിക്കും. കൃഷി നശിച്ചത് നിങ്ങളെ കണ്ടില്ലേ? നമുക്കൊക്കെ നെഞ്ചിലെ വിടവെടപ്പ്. അതായത് നമ്മുടെ അന്നമാണല്ലോ. അന്നം നശിക്കുമ്പോൾ ആർക്കാണെങ്കിലും ഒരു നെഞ്ചില് ഒരു നീറ്റലുണ്ടാവും. അത് നമ്മുടെ കൃഷി അല്ലെങ്കിലും വേറൊരാടെ ആണെങ്കിലും നമ്മളൊരു കുട്ടനാട്ടുകാരൻ കർഷകൻ എന്നുള്ള രീതിയിൽ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര വേദനയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഇതുപോലെയുള്ള കാഴ്ചകൾ പുറകെ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് പുതിയ പുതിയ കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ കാണുന്ന വീഡിയോ അപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ്. ഇപ്പോ തൽക്കാലം ഇവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി ഉടനെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. താങ്ക്